Dear students, we shall continue our discussions on the liabilities of members, rights and liabilities. In our previous video, we had completed the discussion on the rights of members. And in this video, we shall begin with the liabilities of members. ഒരു കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അത് ആ കമ്പനിയുടെ നേച്ചറിനനുസരിച്ചാണ്. So what we can say, the liability of a member primarily depends on the nature of the company. ഏത് തരത്തിലുള്ള കമ്പനിയാണ് അതിനനുസരിച്ചായിരിക്കും മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി. So in that one, the first is liability in case of an unlimited liability company. ഒരു unlimited liability company ആണെങ്കിൽ the members will be liable to be full, അല്ലെങ്കിൽ members will be liable to all the debts of the company. അപ്പോൾ കമ്പനിയുടെ എല്ലാ ഡെറ്റ്സിനും എല്ലാ കടങ്ങൾക്കും മെമ്പേഴ്സിന് ലയബിലിറ്റി ഉണ്ടാകും. നമ്മളെന്താ അവരുടെ മെമ്പർ ആയിരിക്കുന്നിടത്തോളം കാലമുള്ള എല്ലാ കടങ്ങൾക്കും. ഇതാണ് ആദ്യത്തെ ഒരു ലയബിലിറ്റി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഗ്യാരണ്ടി കമ്പനി. ഗ്യാരണ്ടി കമ്പനിയാണ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി എമൗണ്ട് ഗ്യാരണ്ടീഡ് ബൈ ദി മെമ്പേഴ്സ്. മെമ്പേഴ്സ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന ആ എമൗണ്ടാണ്. ഗ്യാരണ്ടി കമ്പനികൾ മെയിൻലി എന്താണ്? ഗ്യാരണ്ടി കമ്പനി ഹാവിങ് നോ ഷെയർ ക്യാപിറ്റൽ. So each member is liable to contribute as some specified in the memorandum in the event of the company's winding up. ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഗ്യാരണ്ടി കമ്പനി എപ്പോഴാണ് ഉണ്ടാകുന്നത്? ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഗ്യാരണ്ടീഡ് എമൗണ്ട് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നത്. Then the third one is liability in case of liability company. Liability company means limited liability company. So in case of the members of a limited liability company, the members' liability is limited to the extent of the unpaid part of their shareholding. അപ്പോൾ എത്രയാണോ അവരുടെ ഷെയർ ഹോൾഡിങ്ങിൽ അടയ്ക്കാനുള്ളത്? ഇപ്പോൾ 100 രൂപയുടെ ഒരു ഷെയറാണ്, 80 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള 20 റുപ്പീസ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ഒരു അൺപെയ്ഡ് പാർട്ടിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി അവരുടെ ലയബിലിറ്റി അവസാനിക്കുന്നു. Then the fourth one is incorporation by furnishing false information. ഇനി ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത് തെറ്റായ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഇൻഫർമേഷൻ സപ്രസ് ചെയ്തിട്ടോ ആണ് എങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന കമ്പനികളുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അവിടെ എന്താ? ദി കമ്പനിയിലോ ട്രിബ്യൂണൽ മേ ഡിസൈഡ് ദാറ്റ് the liability of such companies, the members' liability is unlimited. Then fifth one is liability as contributors. Contributors എന്താ? ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ കമ്പനിയുടെ അസറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലയബിലിറ്റി ഉള്ളവരാണ്. ഇൻ കേസ് ഓഫ് കോൺട്രിബ്യൂട്ടേഴ്സ്, their liability arise only when the company goes for liquidation. So even though a person ceased to be a member of a company, he may be liable to pay on the unpaid extent of the value of the shares which he held, provided the winding up of the company commenced within 1 year of ceasing his membership. മെമ്പേഴ്സിനൊരു കോൺട്രിബ്യൂട്ടറുടെ പൊസിഷൻ ഉണ്ട് എങ്കിൽ ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് ആരംഭിക്കുന്നത് ഒരു മെമ്പർ അയാളുടെ ഷെയർ മെമ്പർഷിപ്പ് അവസാനിപ്പിച്ച് 1 ഇയറിനുള്ളിലാണ് എങ്കിൽ ആസ് എ കോൺട്രിബ്യൂട്ടറി ദേ ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട്. ദെൻ ദി സിക്സ്ത് പോയിന്റ് ഈസ് ലയബിലിറ്റി ഈവൻ ആഫ്റ്റർ വാലിഡ് ട്രാൻസ്ഫർ. ഒരാൾ അയാളുടെ പേരിലോ ട്രാൻസ്ഫർ എന്താണ്? നിയമപരമായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്തു. ബട്ട് ഹിസ് ലയബിലിറ്റി കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ഹിസ് നെയിം അപ്പിയേഴ്സ് ഇൻ ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ട്രാൻസ്ഫറിയുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തുന്നതുവരെ ട്രാൻസ്ഫറിൻ്റെ ലയബിലിറ്റി കണ്ടിന്യൂ ചെയ്യും. So long as the name of a member finds a place in the register of members, he shall be deemed as a member of the company and he will be liable till the name of the transfer is entered in the register. Till the name of the transfer is entered in the register of members. ട്രാൻസ്ഫർ ചെയ്തു എന്നുകൊണ്ട് ലയബിലിറ്റി ഇല്ലാതാകുന്നില്ല. ആർക്കാണോ ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്ന
ട്രാൻസ്ഫറുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തുന്നവരെ ട്രാൻസ്ഫറുകൾക്ക് ലയബിലിറ്റി ഉണ്ടാകും, ഈവൻ ഇൻ കേസ് ഓഫ് എ വാലിഡ് ട്രാൻസ്ഫർ. സോ ഈ 6 പോയിന്റുകളാണ് നമ്മൾ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ആയിട്ട് പഠിക്കേണ്ടത്. ദെൻ ദി നെക്സ്റ്റ് ഈസ് സെസേഷൻ ഓഫ് മെമ്പർഷിപ്പ്. ഒരു മെമ്പറിൻ്റെ മെമ്പർഷിപ്പ് എങ്ങനെയൊക്കെയാണ് അവസാനിപ്പിക്കാവുന്നത്? അത് 2 രീതിയിൽ അവസാനിപ്പിക്കാം, ബൈ ദി ആക്ട് ഓഫ് ദി പാർട്ടീസ് ആൻഡ് സെക്കൻഡ്ലി ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ. ഇപ്പം ആക്ട് ഓഫ് ദി പാർട്ടീസ്, കമ്പനിയുടെയോ മെമ്പറിൻ്റെയോ പ്രവർത്തനം മൂലം മെമ്പർഷിപ്പ് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. സെസേഷൻ ഓഫ് മെമ്പർഷിപ്പ് മീൻസ് എന്താ? എൻഡിങ് ദി മെമ്പർഷിപ്പ്. ദെൻ ദി ഫസ്റ്റ് പോയിന്റ് ഈ സെസേഷൻ ഓഫ് മെമ്പർഷിപ്പ് ബൈ ദി ആക്ട് ഓഫ് ദി പാർട്ടീസ്. എങ്ങനെയാണ് പാർട്ടിക്കാരുടെ പ്രവർത്തനം മൂലം മെമ്പർഷിപ്പ് അവസാനിപ്പിക്കാവുന്നത്? ഇഫ് ഹി ട്രാൻസ്ഫേഴ്സ് ഹിസ് ഷെയർസ് ടു അനദർ പേഴ്സൺ, ഒരു മെമ്പർ അയാളുടെ ഷെയർസ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ട്രാൻസ്ഫറുടെ പേര്, ട്രാൻസ്ഫറുടെ നെയിം രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി ട്രാൻസ്ഫറിൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാതാവുന്നു. ദെൻ ഇഫ് ഹിസ് ഷെയർസ് ആർ ഫോർഫീറ്റഡ്, എന്താ ഈ കൃത്യമായിട്ട് ഷെയറിൻ്റെ മേലുള്ള അടയ്ക്കാനുള്ള തുകയൊക്കെ അടയ്ക്കുന്നില്ല എങ്കിൽ, if there is calls in arrear, then such shares may be forfeited by the company. So if a member's shares are forfeited, then he will cease to be a member. അയാൾ മെമ്പർ അല്ലാതായിത്തീരുന്നു. If the company sells his shares under some provisions in the articles, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഷെയർസ് കമ്പനി വിൽക്കുകയാണ് എങ്കിൽ അതെന്താ? ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്ന ചില ടേംസ് ആൻഡ് കണ്ടീഷൻസോ പ്രൊവിഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയുടെ പേരിലുള്ള ഷെയർസ് അല്ലെങ്കിൽ ഒരു മെമ്പറിൻ്റെ പേരിലുള്ള ഷെയർസ് കമ്പനി വിൽക്കുകയാണ് എങ്കിൽ സച്ച് എ മെമ്പർ സീസ് ടു ബി എ മെമ്പർ, ആ മെമ്പർ അല്ലാതായിത്തീരുന്നു. ഇഫ് ഹി റെസിൻസ് ദി കോൺട്രാക്ട് ടു ടേക്ക് ഷെയർസ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ, ഒരു ആപ്ലിക്കൻറ്റിൻ്റെ പേരിൽ ഷെയർസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അലോട്ട് ചെയ്യപ്പെടുന്ന ഷെയർസ് അയാളതിൻ്റെ മേൽ പേയ്മെൻറ്റ് നടത്താനും ആ ഷെയർസ് ഏറ്റെടുക്കാനും വിസമ്മതിക്കുകയാണ് എങ്കിൽ ക്യാൻ ബി ഓൺ ഡിഫറെൻറ്റ് ഗ്രൗണ്ട്സ്, പല കാരണങ്ങളാൽ അയാൾക്ക് റെസിൻഡ് ചെയ്യാം. ഇവിടെ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഓൺ ദി ഗ്രൗണ്ട് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ ദി പ്രോസ്പെക്ടസ്, ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. അപ്പോൾ എന്താ ആപ്ലിക്കൻ്റ് അയാൾ പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ് പല കാര്യങ്ങളും തെറ്റായിട്ടാണ് പ്രോസ്പെക്ടസിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തെറ്റായി. അയാൾക്ക് വേണമെങ്കിൽ ആ ഷെയർസ് ഏറ്റെടുക്കാനുള്ള ആ ബാധ്യത അയാൾക്ക് റെസിൻഡ് ചെയ്യാം. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിലും മെമ്പർഷിപ്പ് ഇല്ലാതാവുന്നു. ദെൻ ദി ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഇഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ റെഡീംഡ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷനോടുകൂടി മെമ്പർഷിപ്പ് ഇല്ലാതാകുന്നു. ഇഫ് ഈ സറണ്ടേഴ്സ് ഷെയർസ് സറണ്ടർ ഇസ് പെർമിറ്റഡ്, ഇനി കമ്പനിയുടെ ഷെയർസ് സറണ്ടർ ചെയ്യാനുള്ള ഒരു അനുമതി ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെൻ എ മെമ്പർ സറണ്ടർ ഷെയർസ് ദി കമ്പനി, then his membership ceases. Then seventh point is if share warrants are issued him in fully paid shares. ഇപ്പോൾ ഫുള്ളി പെയ്ഡ് ഷെയർസിന് ബെയർ ഷെയർ വാറണ്ടുകൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ വാറണ്ടിൽ നിന്നും പേര് സ്ട്രൈക്ക് ഓഫ് ചെയ്യും. ഷെയർ വാറണ്ട് മെമ്പേഴ്സിൻ്റെ പേര് വെട്ടിമാറ്റും, അതോടുകൂടി അയാൾ മെമ്പർ അല്ലാതായിട്ട് മാറുന്നു. അപ്പോൾ 7 പോയിന്റുകളാണ് ബൈ ദി ആക്ട് ഓഫ് ദി പാർട്ടീസ് മെമ്പർഷിപ്പ് ഓഫ് എ company can be seized. Then the second point is cessation of membership by operation of law. നിയമത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് എപ്പോഴൊക്കെയാണ് മെമ്പർഷിപ്പ് അവസാനിപ്പിക്കാവുന്നത്? ദി ഫസ്റ്റ് പോയിന്റ് ഈസ് ഇൻസോൾവൻസി. ഇപ്പം when a member become insolvent, automatically his membership ceases. Then secondly, death of the member. ഒരു മെമ്പർ മരിക്കുമ്പോൾ by death of the member his membership ceases. Sale of shares in execution of a decree of a court. ഒരു കോടതിയുടെ ഉത്തരവിൻ്റെ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർസ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് അവസാനിപ്പിക്കാം. ദെൻ വൈൻഡിങ് അപ്പ് ബൈ ദി കമ്പനി. ഒരു കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ മെമ്പർഷിപ്പ് അവസാനിക്കും. പിന്നെ കമ്പനി വൈൻഡ്സ് അപ്പ് ഇറ്റ് ഓപ്പറേഷൻസ്, ദി മെമ്പർഷിപ്പ് സീസസ്. ഇതെന്താണ്? സെസേഷൻ ഓഫ് മെമ്പർഷിപ്പ് ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ. ഇത് 4 സാഹചര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ എ മെമ്പർ ബിക്കം ഇൻസോൾവെൻറ്റ്, ആൻഡ് ഇൻസോൾവെൻറ്റ് മെമ്പേഴ്സ് ഷെയർസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദി ഒഫീഷ്യൽ അസൈനി ആൻഡ് ദി മെമ്പർ സീസസ് ടു ബി എ മെമ്പർ. സെക്കൻഡ്ലി, whenever a member dies, his membership ceases.
or when shares, sale of shares in execution of decree of a court and winding up by the company. ഇതാണ് രണ്ടാമത്തെ ഒരു സാഹചര്യം, cessation of membership by the operation of law. Then the next point is register and index members, register of members and index of members. ഇപ്പം മെമ്പേഴ്സിൻ്റെ പേര് ഒഫീഷ്യലി രേഖപ്പെടുത്തുന്ന ഒരു രജിസ്റ്ററാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. Every company shall keep and maintain the following registers in such form and in such manner as may be prescribed. The Act prescribes the following rules. A register of members indicating separately for each class of equity and preference shares held by each member residing in or outside India. ഇന്ത്യയിലോ വെളിയിലോ താമസിക്കുന്ന എല്ലാ മെമ്പേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ആണെങ്കിലും എന്താണ്, അത് കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിരിക്കണം. ദെൻ ബി രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്റർ പോലെ തന്നെ ഓരോ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെയും പേര് രേഖപ്പെടുത്തേണ്ട രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ദേ ആർ ദി ക്രെഡിറ്റേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സാണ്, കടപ്പത്രങ്ങൾ, ഡിബഞ്ചേഴ്സ്. ദെൻ രജിസ്റ്റർ ഓഫ് എനി അതർ സെക്യൂരിറ്റി ഹോൾഡേഴ്സ്. ഇപ്പം മറ്റേതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ നെയിംസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ഇൻ ദി കേസ് ഓഫ് ഷെയർസ് ഇൻ ഡിമാറ്റ് ഫോം, ഇപ്പം നിലവിൽ എന്താണ് ഷെയർസ് എല്ലാം ഡിമാറ്റ് ഫോമിലാണ്. ഡിമാറ്റ് ഫോമിലാണെങ്കിൽ അങ്ങനെയുള്ള ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് അത് കീപ്പ് ചെയ്യുന്ന ഡിപ്പോസിറ്ററീസ് ആണ്. അപ്പം ഡിപ്പോസിറ്ററീസ് ആണ് ഈ ഡിമാറ്റ് ഫോമിലുള്ള ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്നത്. ഇൻ ദി കേസ് ഓഫ് ഷെയർസ് ഇൻ ഡിമാറ്റ് ഫോം, the register and the index of beneficial owners maintained by a depository under section 11 of the Depositories Act 1996 shall be deemed to be the corresponding register and index. അപ്പം ഡിപ്പോസിറ്ററീസിൻ്റെ കൈവശമുള്ള റെക്കോർഡുകളായിരിക്കും, ഡിപ്പോസിറ്ററീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ് ആയിരിക്കും രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. Now, Index of Members section 88 subsection 1, then Foreign Register of Members section 88(4). അത് ആ നോട്ടിൽ നിങ്ങൾക്ക് തന്നെ അത് നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. നമ്മളടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കമ്പനി മീറ്റിംഗ്സ് ആണ്. ഈ കമ്പനി മീറ്റിംഗ്സ് വേണമെങ്കിൽ ഒരു 8 മാർക്കിനോ 15 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് കമ്പനി മീറ്റിംഗ്സ്. ദ കമ്പനി മീറ്റിംഗ്സ് എന്താ? മീറ്റിംഗ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി വർക്കിംഗ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മീറ്റിങ്ങുകളാണ്. കമ്പനി ബീയിങ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് റിക്വയർസ് മീറ്റിംഗ്സ് ടു ടേക്ക് ബൈൻഡിങ് ഡിസിഷൻസ്. ഇപ്പോൾ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ല, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് കമ്പനിയെ നിയന്ത്രിക്കുന്നത്. അപ്പം കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന മീറ്റിങ്ങുകളിലൂടെയാണ്. These meetings may be the meeting of the board of directors. ഫ്രീക്വൻ്റ് ആയിട്ട് കമ്പനിയിൽ അവർ കൺവീൻ ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓർ ദി മീറ്റിംഗ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓർ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയിൽ എന്താണ് ബോർഡ് മീറ്റിംഗ് കാണും, ഷെയർ ഹോൾഡേഴ്സിൻ്റെയും മെമ്പേഴ്സിൻ്റെയും ഒക്കെ മീറ്റിംഗ് കാണും. ദെൻ മീറ്റിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ഡോക്ടർ സെത്ന, എ മീറ്റിംഗ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. മീറ്റിംഗ്സ് ആർ അസോസിയേഷൻസ് ഓഫ് പേഴ്സൺസ്. എന്താണ്? കുറേ ആളുകൾ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി കമ്മിങ് ടുഗദർ ആണ്. അസോസിയേഷൻ, കമ്മിങ് ടുഗദർ ഓഫ് പേഴ്സൺസ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഫോർ ഡിറ്റർമൈനിങ് സർട്ടൻ സ്പെസിഫിക് മാറ്റർ ഓർ സം മാറ്റർ വിച്ച് മേ ബി പുട്ട് ബിഫോർ ദി മീറ്റിംഗ്. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കുറേ ആളുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് അസംബിൾ ചെയ്യുന്നതിന് നമ്മൾ മീറ്റിംഗ് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ച് ഡെഫിനേഷൻ ചോദിച്ചാൽ ഈ ഒരു ഈ ഒരു ഡെഫിനേഷനാണ്, അത് ഓർമ്മയിലിരിക്കണം. ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ്, പലതരത്തിലുള്ള മീറ്റിങ്ങുകളുണ്ട്. ദി ഫോളോയിങ് ആർ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്സ്. ദി ഫസ്റ്റ് വൺ ഈസ് മെമ്പേഴ്സ് മീറ്റിംഗ്. മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് മീറ്റിംഗ്. ഇറ്റ്സ് ദി മീറ്റിംഗ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓർ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ മെമ്പേഴ്സിൻ്റെയോ മീറ്റിങ്ങിനെ നമ്മളതായിട്ട് കണക്കാക്കും മെമ്പേഴ്സ് മീറ്റിംഗ്. സെക്കൻഡ് ഈസ് ഡയറക്ടേഴ്സ് മീറ്റിംഗ്. ഇപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. ഇപ്പം ഡയറക്ടേഴ്സ് മീറ്റിംഗ്, അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് മീറ്റിംഗ് ആണ്. ദീസ് ആർ ദി മീറ്റിംഗ്സ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. Directors meeting may be
ബോർഡ് മീറ്റിംഗ് ആണെങ്കിൽ എന്താണ്? all the directors will attend a board meeting. Then again committee meeting. ഈ എല്ലാ ബോർഡ് മെമ്പേഴ്സിനെ എന്താണ് പല പല ഗ്രൂപ്പ് പല കമ്മിറ്റികൾ കാണും. അപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിന് എന്താ നമ്മൾ കമ്മിറ്റി മീറ്റിങ്ങുകളാണ്. ദെൻ മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട മീറ്റിംഗാണ് ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ്. ഒരു കമ്പനിക്ക് പണം കടമായിട്ട് കൊടുത്തിരിക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസ് ഒക്കെ കൊടുത്തിരിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് ആണ്. ദീസ് ആർ ദി മീറ്റിംഗ്സ് ഓഫ് ദി ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. സച്ച് മീറ്റിംഗ്സ് മേ ബി of three kinds. A meeting of the debenture holders. Debenture holders are the creditors of a company. കമ്പനിയുടെ ഡിബഞ്ചറുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരുടെ മീറ്റിംഗ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. Then meeting of the creditors and C. Meeting of the creditors and contributors while the company is in liquidation. ഒരു കമ്പനി അതിൻ്റെ ലിക്വിഡേഷൻ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെയും കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെയും മീറ്റിംഗ് നിർബന്ധമായിട്ടും കൺവീൻ ചെയ്തിരിക്കണം. അപ്പം ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് നമ്മൾ 3 തരത്തിലുണ്ട്. മീറ്റിംഗ് ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്, മീറ്റിംഗ് ഓഫ് ദി ക്രെഡിറ്റേഴ്സ് ആൻഡ് മീറ്റിംഗ് ഓഫ് ദി ക്രെഡിറ്റേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടറീസ് വൈൽ ദി കമ്പനി ഈസ് ഇൻ ലിക്വിഡേഷൻ. കമ്പനി വൈൻഡ് അപ്പ് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സിൻ്റെയും കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ദെൻ നെക്സ്റ്റ് മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ മെമ്പേഴ്സിൻ്റെയോ മീറ്റിങ്ങുകൾ. ഇത് സാധാരണഗതിയിൽ 3 തരത്തിലുള്ള മീറ്റിങ്ങുകളാണ്. മെമ്പേഴ്സിൻ്റെയോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ എന്താണ്? ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആൻഡ് ക്ലാസ് മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് വാർഷിക പൊതുയോഗം. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. എല്ലാ കമ്പനികളും നിർബന്ധമായിട്ടും വാർഷിക പൊതുയോഗം വിളിച്ചു കൂട്ടിയിരിക്കണം. ദെൻ 2 വാർഷിക പൊതുയോഗങ്ങൾക്കിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ് if a meeting is convened. If a general meeting is convened, that meeting is known as extraordinary general meeting. ഇനി ഏതെങ്കിലും ക്ലാസ്സിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ such meeting is known as class meeting. Then ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണ്? ആനുവൽ ജനറൽ മീറ്റിംഗിൽ general meeting is the meeting of the members of the company. It is compulsory for every company other than a one-person company to hold an annual general meeting every year. Except one-person company, all the other companies should convene the meeting of its members or shareholders once in an year. Annual general meeting വിളിച്ചു കൂട്ടിയിരിക്കണം. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. 1-person കമ്പനി ആണെങ്കിൽ അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്വയം മീറ്റിംഗ് കൂടിയാൽ മതി. ദെൻ ഷെഡ്യൂൾ ആൻഡ് ടൈമിംഗ് ഓഫ് AGMs. ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഷെഡ്യൂളും ടൈമിങ്ങും എന്താണ്? അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് വിളിച്ചു കൂട്ടേണ്ടത്? ഏത് സമയത്താവാം? The Act insists that not more than 15 months shall be elapsed between the date of one annual general meeting of a company and that of the next. എന്താണ്? 15 മാസത്തിൽ കൂടുതൽ ഒരിടവേള ഉണ്ടാകാൻ പാടില്ല 2 മീറ്റിങ്ങുകൾക്കിടയിൽ. The first annual general meeting shall be held within a period of 9 months from the date of closing of the first financial year of the company and in any other case within a period of 6 months. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 9 മാസത്തിനുള്ളിൽ കൺവീൻ ചെയ്താൽ മതി. ക്ലോസിംഗ് ദി ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, ആദ്യത്തെ സാമ്പത്തിക വർഷം അവസാനിച്ച് 9 മാസത്തിനകം കമ്പനിയുടെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. മറ്റ് കേസസിൽ എന്താണ്? വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. മറ്റ് കേസസിൽ സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. ദെൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ഷാൽ ബി കോൾ ഡ്യൂറിങ് ബിസിനസ് അവേഴ്സ്. അപ്പം എന്താ? അതിൻ്റെ ബിസിനസ് അവേഴ്സിൽ വേണം വിളിച്ചു കൂട്ടാനായിട്ടോ. സെക്കൻഡ്ലി ദാറ്റ് ഈസ് ബിറ്റ്വീൻ 9 AM and 6 PM on any day that is not a national holiday. നാഷണൽ ഹോളിഡേ അല്ലാത്ത ഏത് ദിവസവും 9 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. It shall be held either at the registered office of the company or at some other place within the city. ഇതെന്താ? കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസിലോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആ സിറ്റിയിലെ മറ്റേതെങ്കിലും പ്ലേസിലോ വിളിച്ചു കൂട്ടാം. ഇപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസിൽ അതിന് സൗകര്യമില്ല എങ്കിൽ
ഏത് നഗരത്തിലാണോ അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണോ ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത്, ആ സിറ്റിയിൽ മറ്റേതെങ്കിലും പ്ലേസിൽ വെച്ച് വേണമെങ്കിലും ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം സിറ്റി, ടൗൺ ഓർ വില്ലേജ് ഇൻ വിച്ച് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. സെൻട്രൽ ഗവൺമെൻറ് മേ എക്സെപ്റ്റ് എനി കമ്പനി ഫ്രം ദിസ് പ്രൊവിഷൻ സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആസ് ഇറ്റ് മേ ഇമ്പോസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണമെങ്കിൽ എക്സെപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ദെൻ ഓബ്ജക്ട്സ്. ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഓബ്ജക്ട്സ് എന്തൊക്കെയാണ്? ദി പർപ്പസ് ഓഫ് ഹോൾഡിംഗ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് ടു എനേബിൾ ദി ഷെയർ ഹോൾഡേഴ്സ് ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. എൻ്റെ ഫണ്ടമെൻ്റൽ പർപ്പസ് അതാണ്. ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആവശ്യമായ അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആനുവൽ ജനറൽ മീറ്റിങ്ങുകൾ കൺവീൻ ചെയ്യുന്നത്. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിങ്ങുകളിൽ കമ്പനികളുടെ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ഡയറക്ടേഴ്സ് റിപ്പോർട്ടും പ്രസൻറ്റ് ചെയ്യും. അപ്പം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക് ആയിട്ടുള്ള ഓബ്ജക്റ്റ് ഇതാണ്. ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചൊരു ഇൻഫർമേഷൻ കൊടുക്കുക. ആൻഡ് ഗെറ്റ് എക്സ്പ്ലനേഷൻ ഫ്രം ദി ഡയറക്ടേഴ്സ് റിഗാർഡിംഗ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. അപ്പം അതുപോലെ തന്നെ എന്താ, ഡയറക്ടേഴ്സിൽ നിന്നും കമ്പനിയുടെ നടത്തിപ്പിനെക്കുറിച്ച്, കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആവശ്യമായ ഇൻഫർമേഷൻ ലഭിക്കുക. അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അവർക്കെന്താണ്, മെമ്പേഴ്സിന് ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ദി ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദി മീറ്റിംഗ് ഈസ് നോൺ ആസ് ഓർഡിനറി ബിസിനസ്. ദി ബിസിനസ് ദാറ്റ് ഹാസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് നോൺ ആസ് ഓർഡിനറി ബിസിനസ്. ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ട്രാൻസാക്ട് ചെയ്യുന്ന ബിസിനസ് എന്തായിരിക്കും? ഓർഡിനറി ബിസിനസ് ആയിരിക്കും. ദെൻ ദി മീറ്റിംഗ് മേ ടേക്ക് അപ്പ് എനി അതർ ബിസിനസ് ഓൾസോ വിച്ച് ഈസ് നോൺ ആസ് സ്പെഷ്യൽ ബിസിനസ്. ഇപ്പം മറ്റെന്തെങ്കിലും വിഷയം, മറ്റെന്തെങ്കിലും ബിസിനസ് മാറ്റേഴ്സ് കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മളവ എന്തായിട്ട് അറിയപ്പെടുന്നത്? സ്പെഷ്യൽ ബിസിനസ് ആയിട്ട് അറിയപ്പെടും. നെക്സ്റ്റ് ഈസ് പവർ ഓഫ് ട്രിബ്യൂണൽ ടു കോൾ ആനുവൽ ജനറൽ മീറ്റിംഗ്, സെക്ഷൻ 97. അപ്പം കമ്പനിയിലോ ട്രിബ്യൂണലിന് ആനുവൽ ജനറൽ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാനുള്ള പവറുണ്ട്. If any default is made in holding the annual general meeting of a company under section 96, അപ്പോൾ സെക്ഷൻ 96 പ്രകാരം എല്ലാ കമ്പനികളും എന്താണ്, ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. ഇനി കമ്പനികൾ ഇതിൽ എന്തെങ്കിലും പിഴവ് വരുത്തുകയാണ് എങ്കിൽ ദി ട്രിബ്യൂണൽ മേ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എനി മെമ്പർ ഓഫ് ദി കമ്പനി കോൾ ഓർ ഡയറക്ട് ദി കോളിംഗ് ഓഫ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിൽ വീഴ്ച വരുത്തുകയാണ് എങ്കിൽ കമ്പനിയിലെ ഏത് മെമ്പറിന് വേണമെങ്കിലും കമ്പനിയിലോ ട്രിബ്യൂണലിനെ സമീപിക്കാം. അപ്പം അങ്ങനെ സമീപിച്ച് കഴിയുമ്പോൾ ഇഫ് ദി കമ്പനി ലോ ട്രിബ്യൂണൽ think that it is necessary to call an annual general meeting, ഒന്നെങ്കിൽ എന്താണ്, കമ്പനി ലോ ട്രിബ്യൂണൽ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യും, അല്ലെങ്കിൽ കമ്പനിക്ക് ഡയറക്റ്റീവ് കൊടുക്കും, ഇപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യുക എന്നുള്ളത്. Then the tribunal may direct that one member of the company present in person or by proxy shall be deemed to constitute a meeting. ഇപ്പം ട്രിബ്യൂണൽ എന്താ ഡയറക്ഷൻ കൊടുക്കുന്നത്? ഒരൊറ്റ മെമ്പർ പ്രസൻ്റ് ആയാൽ മതി, either in person or in proxy. പകരക്കാരനെ വെച്ച് പ്രസൻറ്റ് ചെയ്താലും ആ മീറ്റിംഗ് ലീഗലി വാലിഡ് ആയിരിക്കും. ട്രിബ്യൂണൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണെങ്കിൽ ദി ട്രിബ്യൂണൽ മേ ഡയറക്ട് ദാറ്റ് വൺ മെമ്പർ ഓഫ് ദി കമ്പനി പ്രസൻറ്റ് ഇൻ പേഴ്സൺ ഓർ ബൈ പ്രോക്സി ഷാൽ ബി ഡീം ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്. അപ്പോൾ അവിടെ ഒരു ലീഗലി വാലിഡ് മീറ്റിംഗ് ആകും, ഒരൊറ്റ മെമ്പർ പ്രസൻ്റ് ആയാൽ മതി. Such a meeting convened by the tribunal shall be deemed to be an annual general meeting of the company. ഈ ട്രിബ്യൂണൽ വിളിച്ചു കൂട്ടുന്ന ഒരൊറ്റ മെമ്പർ പ്രസൻ്റ് ആയിരിക്കുന്ന ആ ഒരു മീറ്റിംഗ് എന്താണ്, അതൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ആയിട്ട് കണക്കാക്കപ്പെടും. നെക്സ്റ്റ് ഈസ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 100. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്താണ്? ഈ ആനുവൽ ജനറൽ മീറ്റിങ്ങിന് പുറമെ in between two annual general meeting, if a general meeting of the members is called, that is known as extraordinary general meeting, that is given in section 100. This extraordinary general meeting
we shall discuss in our next video. Thank you. Thanks for attending this video.